ഹലോ, ഐ ആം സീനുഷാൻ. ഇന്നത്തെ വീഡിയോ അംബ്രല്ല ഗൗൺ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. സാരി കൊണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ യോക്ക് എത്രയാണെന്ന് നോക്കാം. യോക്കിൻ്റെ ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടാണ് നമ്മൾ യോക്ക് ലെങ്ത് അളക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അളന്ന് നോക്കണം. എത്രയാണോ നമുക്ക് നീളം വേണ്ടത് അത്ര എടുത്തിട്ട് അതിൻ്റെ വണ്ണവും കൂടി എടുക്കണം കേട്ടോ. അത് നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്ത് ആദ്യം മാറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് 17 ഇഞ്ചാണ് തയ്യൽ തുമ്പടക്കം വരിക. 16 ഇഞ്ച് മതി, 1 ഇഞ്ച് സീം അലവൻസ്. അങ്ങനെ രണ്ട് ഭാഗം കൂടി നമ്മൾ 17 + 17 മാറ്റി വെച്ചു. ഇനി സ്കേർട്ടാണ്. സ്കേർട്ടിന് അരവണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് 1.5 ഇഞ്ച്, പിന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്, പിന്നെ 1 ഇഞ്ച്. അങ്ങനെ നമ്മൾ ഫോൾഡ് ആക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ മടക്കിയിടണം. ഇവിടെയാണ് നമ്മൾ അരവണ്ണം വരിക. കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ സാരി ഇതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ട്രയൽ നമുക്ക് വീഡിയോ കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ വലുതും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതൊന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് 2 ഇഞ്ച് എടുത്ത് ഇങ്ങനെ മടക്കിയിടുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ യോക്ക് ലെങ്ത് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 17 + 17 പറഞ്ഞതുപോലെ ഇതും അതുപോലെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ 17 ഇഞ്ച് എടുത്തു. ഇതിൻ്റെ മേലെ വീണ്ടും 17 ഇഞ്ച്. എന്നാൽ നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗത്തുള്ള ക്ലോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അതെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ കഷ്ണം നമുക്ക് കട്ട് ചെയ്ത് കൊണ്ട് മാറ്റിയെടുക്കാം. ഓക്കെ, സാരിയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ക്ലോത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ ഉണ്ണികൾക്കൊക്കെ ഉടുപ്പോ അല്ലെങ്കിൽ അതൊക്കെ അടിക്കാൻ നമുക്ക് ബാക്കി ക്ലോത്ത് ഉണ്ടായിരിക്കും സാരിയുമിലൊക്കെ. ഇനി നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. ഇത് ഫോൾഡായി ഇടാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ ഇട്ടു കേട്ടോ. മേലെയും ഫോൾഡായിരിക്കും. നമ്മൾ എവിടെയാണ് നിൽക്കണേ അവിടെയും ഫോൾഡ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫസ്റ്റ് കഴുത്തിൻ്റെ നീളം വീതിയെല്ലാം അടയാളപ്പെടുത്താം. എത്രയാണോ കഴുത്തിൻ്റെ ലെങ്ത് വരുന്നത് അത് അടയാളപ്പെടുത്താം. വീതിയുടെ പകുതിയാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ക്യാൻവാസ് വെക്കുന്നില്ലെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. 1/4 ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച്. അത് കഴിഞ്ഞാൽ കൈക്കുഴിയാണ് ആം ഹോൾ കേട്ടോ. അത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് 2 ഇഞ്ച്. പിന്നെ ഷേപ്പ് ലെങ്ത്ത്, വിഡ്ത്ത്, പിന്നെ ബോട്ടം റൗണ്ട്. യോക്കിൻ്റെ വിഡ്ത്ത് എവിടെയാണ് വരുന്നത് അവിടെ എല്ലാം നല്ലൊരു ഭാഗമാണ് വിഡ്ത്ത്. പ്ലസ് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈക്കുഴിയുടെ അവിടെ മാത്രം നമുക്ക് ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ 2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. അത് കൈക്കുഴി കിട്ടാനായിട്ട് 1 ഇഞ്ച് ഷേപ്പ് വരച്ചിട്ടുണ്ട് കൈക്കുഴി. ഇനി നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളാണ്, എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. കട്ടിങ് എല്ലാം അളവ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ചെറിയ കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഫോൾഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ യോക്കിൻ്റെ കട്ടിങ് ലെങ്ത്ത് കട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തത് കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വരയ്ക്കണമൊന്നും വേണ്ട. ഫ്രണ്ട് ഭാഗത്ത് കഴുത്ത് വേറെ വരച്ചിട്ട് ബാക്ക് വേറെയും വരയ്ക്കാം കേട്ടോ. ഒരുമിച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണൊക്കെ നല്ലത്. ഒറ്റയ്ക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് പഠിക്കുകയും ചെയ്യും, പിന്നെ നമുക്ക് പേടിക്കും വേണ്ട. ചിലർ ബാക്ക് കഴുത്ത് ഫ്രണ്ടിൽ തന്നെ വരച്ച് വെട്ടുന്നുണ്ട്. അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് ഫ്രണ്ട് കഴുത്ത് വെട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് കഴുത്ത് ഇങ്ങനെ വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് കുറച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇത് ലൈനിങ് വെച്ച് മറിക്കാനുള്ളതാണ്. ക്യാൻവാസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ക്യാൻവാസുമ്പോൾ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 3.5 ഇഞ്ചിലാണെങ്കിൽ 3 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ബാക്കിലോട്ട് മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞു. യോക്ക് ഭാഗം ഇനി സ്കേർട്ടാണ് കേട്ടോ. ഇനി അംബ്രല്ല ഫ്ലെയർ സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിന് താഴെ വയ്ക്കാനുള്ള ഇത് ലൈനിങ് ആണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക. ആദ്യം അരവണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് 1.5 ഇഞ്ച്. അടുത്തത് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുള്ളായിട്ട് കറക്റ്റായിട്ട്. ഇപ്പോൾ നമുക്കൊരു 50 ഇഞ്ച് ലെങ്ത്ത് ആണെങ്കിൽ അതിന് യോക്ക് ലെങ്ത്ത് കുറയ്ക്കണം. 15 ഇഞ്ച് യോക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 35 പ്ലസ് 1 തയ്യൽ തുമ്പ്. അങ്ങനെ ഇങ്ങനെ മടക്കി ഇടാൻ പോവാണ് കേട്ടോ. ഫോൾഡായിട്ട് തന്നെ മടക്കിയിടുക. ക്ലോത്ത് എത്രയാണ് ഫസ്റ്റ് അരവണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് 1.5 ഇഞ്ച്.
പിന്നെ സ്കേർട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ലെങ്ത്ത്, പിന്നെ താഴെ 1 ഇഞ്ച്, അങ്ങനെയാണ് അളവ്. ഇനി നമുക്ക് ഇങ്ങനെ മടക്കിയിടാം, ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കിയിടാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചുരി ബോട്ടം പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടക്കിയിടുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അരവണ്ണം അടയാളപ്പെടുത്തി, അരവണ്ണം ഇത് 4 ആയതുകൊണ്ട് 4 ഭാഗം, 8 ആണെങ്കിൽ 8 ഭാഗം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 4 ഭാഗമാണ് ക്ലോത്ത് മടക്കിയിരിക്കുന്നത്. എന്നിട്ട് താഴെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ചും കൂടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെങ്ത്ത് ഒത്തിരി കൂടി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് കിട്ടും, ഈ ഭാഗത്താണ് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് വരും കേട്ടോ. ഒരു സൈഡ് താഴത്തെ ഭാഗത്ത് ക്ലോത്ത് ഉണ്ടായിരിക്കും, മീതെ കുറച്ച് പീസ് ഇതിവിടുന്ന് എടുത്തിട്ട് ജോയിൻ ചെയ്യാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഐഡിയ പോലെ ചെയ്യാൻ പറ്റും. ഇത് ചെറുതായതുകൊണ്ട് അധികം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കുട്ടികൾക്കൊന്നും ജോയിനിൻ്റെ ആവശ്യം വരില്ല കേട്ടോ, വലിയവർക്കാണ് വരിക. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടൊക്കെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി മീതെയും താഴ്ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അംബ്രല ഗൗണിനുള്ള ലൈനിങ് സെറ്റായിട്ടുണ്ട്. ഇത് ചെറിയ അളവാണ്, നമുക്ക് വലിയ അളവിൽ കട്ട് ചെയ്യാനുണ്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യണ ഗൗണിൽ വേറെ കട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ടായിരിക്കും കുട്ടികൾക്ക്. ഇവിടെ പ്ലീറ്റ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് അരവണ്ണം കുറച്ചുകൂടെ കൂടുതലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടും. താഴെ ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. ഇൻ്റർലോക്കാണ് ഇതിന് ഭംഗി കിട്ടുക. ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അടിക്കാം. ഓക്കെ, 2 മടക്ക് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക കേട്ടോ. ഈ സാരിയിലേക്ക് വേണ്ടത് വൈറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് ക്ലോത്താണ്, ക്രീം, അതിന് കുഴപ്പമൊന്നുമില്ല. ലൈനിങ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കോട്ടൺ വെക്കുകയായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്കൊരു ഇടുമ്പോഴൊക്കെ ഒരു ഇതാണ്, ഏത് ഇതിലും നമുക്ക് ഇടാൻ പറ്റും. ചൂടൊന്നും അധികം എടുക്കില്ല. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്ന ലൈനിങ് ഇതാണ് കേട്ടോ. എൻ്റെ ഒരു സെറ്റ് സാരി ഉണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ, ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ പട്ടയും അങ്ങനെ കരഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് അംബ്രല കട്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, സാധാ കട്ടിങ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് വിരിവ് കിട്ടില്ല. നമ്മൾ അധികം ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേലടിക്കൊന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് കിട്ടും. കോട്ടൺ ആയത് നല്ല സുഖമാണ് ഇടാൻ. ക്രേപ്പൊക്കെ പെട്ടെന്ന് ചൂടെടുക്കും, നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഗൗണിനും കോട്ടൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. ഈ കരഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കട്ടിങ്, നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൈയൊന്ന് അയച്ചെടുക്കാനുണ്ട്. ബ്ലൗസും വന്ന് കറക്റ്റായിട്ട് അളന്നു. നമുക്ക് ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 60 ഇഞ്ചൊക്കെയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിയാലും ഭംഗിയാനാണ് ഗൗണിന്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ ക്യാൻവാസ് വെട്ടേണ്ട ആവശ്യമില്ല, ലൈനിങ് വെച്ച് മറിക്കുന്നത് കൊണ്ട്. ഇനി ഈ കൈയൊന്ന് അഴിച്ചെടുക്കാനുണ്ട് കേട്ടോ. അഴിച്ചെടുക്കാൻ നമ്മൾ ത്രെഡ് കട്ടറുണ്ടോ അല്ലെങ്കിൽ സീം റിപ്പർ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും നമുക്കൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഒന്ന് വിടുത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിന് താഴെ ഈ ക്ലോത്തൊക്കെ വാങ്ങിക്കുമ്പോൾ താഴ്ഭാഗത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ക്ലോത്തൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.